أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. ഏറ്റവും ആദരണീയനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഉസ്താദ് മുഹമ്മദ് അലി ചിസ്തി അവർകൾ, എൻ്റെ ബഹുമാന്യനായ സുഹൃത്തും പണ്ഡിതനും ഈ സ്ഥാപനങ്ങളുടെ എല്ലാം മേൽനോട്ടം നിർവഹിക്കുന്ന സായിദ് അദനി അവർകൾ, നമ്മുടെ പ്രിൻസിപ്പൽ, വേദിയിലുള്ള ബഹുമാന്യരായിട്ടുള്ള ശ്രീ മുരളി വാര്യർ, ഫാദർ ഷാജി പ്ലാച്ചിറ, നമ്മുടെ ഉസ്താദുമാരും ഈ മജ്ലിസിൻ്റെ സംഘാടകരുമായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ പ്രദേശത്ത് നിന്ന് മാത്രമല്ല ഒരുപാട് ദൂരദിക്കിൽ നിന്ന് പോലും ഈ അജ്മീർ ഉറൂസിൻ്റെ മഹത്വം മനസ്സിലാക്കി ഇങ്ങോട്ട് എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ ബഹുമാന്യനായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി എന്ന് പറയുന്നത് നബറല്ലാഹു ബർക്കത, അവരുടെ ജീവിതം ഒരു വലിയ പാഠപുസ്തകമായി നമ്മുടെ രാജ്യത്ത് നിലകൊള്ളുകയാണ്. അജ്മീർ എന്ന് പറയുന്നത് ഒരുപാട് മനുഷ്യരുടെ ആശ്രയ കേന്ദ്രമാണ്. അജ്മീറിലെ ഖാജയുടെ ജീവിതം ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തോളം പ്രധാനമായിട്ടുള്ള ജീവിതമായിരുന്നു. ഇന്ത്യ ഭരിച്ച അഭിമാനകരമായ ഇന്ത്യ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയ ശ്രീമതി ഇന്ദിരാഗാന്ധി മുതൽ നമ്മുടെ പ്രധാനമന്ത്രിമാരും നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാരുമെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ആ വഴി സ്നേഹത്തിൻ്റേതായിരുന്നു, ആ വഴി സമാശ്വാസത്തിൻ്റേതായിരുന്നു. ഇന്നും അജ്മീർ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടേത് മാത്രമായ ഒരു സ്ഥാപനമേ അല്ല. ഖാജയുടെ തിരുസന്നിധിയിലേക്ക് വന്നു ചേരുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് എല്ലാ ജാതിയും മതമൊക്കെയുള്ള ആളുകളുണ്ട്. അത് ഇന്ത്യയുടെ സ്നേഹതീരമാണ്. മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മതം എന്ന് പ്രബോധനം ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതം തന്നെ പ്രബോധനമാക്കി മാറ്റിയ മഹാനവറുകൾ, അവരുടെ അത്ഭുത സിദ്ധികൾ, അവർ കാണിച്ചിട്ടുള്ള അനിതര സാധാരണമായ മാതൃകകൾ, മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ അചഞ്ചലമായ വായ്പകൾ, ആ സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്ന ഇഷ്കിൻ്റെ പ്രാർത്ഥനകൾ, അതിൻ്റെ കവിതകൾ, കാവ്യങ്ങൾ, അതിമനോഹരമായ ഉറുദു ഗസലുകൾ, അതെല്ലാം ചേരുമ്പോഴാണ് അജ്മീർ ഉണ്ടാകുന്നത്. അജ്മീർ എന്ന് പറയുന്നത് തന്നെ നമുക്കൊക്കെ വലിയൊരു ആശാകേന്ദ്രമായി നിലകൊള്ളുകയാണ്. ഈയിടെ വലിയ തോതിൽ അജ്മീറിന് നേരെയുള്ള ഒരു ഫാഷിസ്റ്റ് ആക്രമണത്തിൻ്റെ ഒരു സംഭവം ഉണ്ടായി. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അജ്മീറിലേക്ക് വരാൻ മാത്രം ധൈര്യമുള്ള ഒരാളും ഇന്ത്യയിലില്ല എന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയം വേണ്ട. കാരണം അത് സംരക്ഷിക്കാൻ ഈ രാജ്യമുണ്ടാകും, രാജ്യത്തെ വിശ്വാസികളുണ്ടാവും. അത് മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ മതവിശ്വാസികളും ഉണ്ടാവും. അങ്ങനെ ആയിരുന്നു നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള സൂഫി വര്യന്മാരുടെ ചരിത്രം. സൂഫികളുടെ ചരിത്രത്തിനൊരു പ്രാധാന്യമുണ്ട്. സൂഫികളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അവരെന്നും മതസൗഹാർദ്ദത്തിൻ്റെ കാവൽക്കാരായിരുന്നു. അവരെന്നും സ്നേഹത്തിൻ്റെ വക്താക്കളായിരുന്നു. അതുകൊണ്ടാണ് ഖല്ലാജിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. പറഞ്ഞ് അവസാനം അതെവിടെയാണ് നിൽക്കുക എന്ന് പോലും അറിയാതെ അനൽ ഹഖ് എന്ന് പറയുന്ന ഒരാശയത്തിലേക്ക് പോയി. തൗഹീദ് പോലും പ്രശ്നമാകുമോ എന്ന് ഭയന്ന ചില സന്ദർഭം അല്ലേ? അള്ളാഹുവിൽ ലയിച്ചു ചേരുന്ന അനുഭൂതിയുടെ, അനുരാഗത്തിൻ്റെ, പടച്ചവനിൽ ലയിച്ചു ചേരുന്ന അനുരാഗം, അതൊരു പ്രണയമാണ്. ആ പ്രണയം എല്ലാം അർപ്പിച്ചുകൊണ്ട് പടച്ചവനിൽ ലയിച്ചു ചേരുകയാണ്. പിന്നെ അവിടെ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള വേർതിരിവ് പോലും ഉരുകിപ്പോകുന്ന ഒരു പ്രണയത്തിൻ്റെ മഹാകാവ്യം. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സൂഫികളുടെ പാരമ്പര്യം എന്ന് പറയുന്നത്.
നമ്മളിവിടെ നേർച്ച അല്ലെങ്കിൽ ഉറൂസ് എന്ന് പറയുന്നത് നമ്മൾ കേവലമായിട്ടുള്ള ഒരു ഒത്തുചേരൽ മാത്രമല്ല, ഈ അനുരാഗത്തിൻ്റെ താഴ്വാരത്തിലേക്ക് നമ്മളെല്ലാം ഒരുമിച്ചിരിക്കലാണ്. ഇതൊരു അനുരാഗത്തിൻ്റെ താഴ്വാരമാണ്, ഒരു പ്രണയത്തിൻ്റെ താഴ്വാരമാണ്. അത് പടച്ച റബ്ബിനോടുള്ള പ്രണയമാണ്. അതാണ് നമ്മുടെ സൂഫികൾ പഠിപ്പിച്ചത്. എന്നാലോ അവർ ഈ രാജ്യത്ത് മുഴുവനും സഞ്ചരിച്ചത്, മമ്പ്രം തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളാവട്ടെ, നമ്മുടെ പൂർവികരായ കേരളത്തിലെ മലയാളികളായിട്ടുള്ള ഒരുപാട് മഹത്തുക്കളായ മനുഷ്യന്മാരുണ്ട്. അവരൊക്കെ ജീവിച്ചത് മതസൗഹാർദ്ദമായിരുന്നു അവരുടെ ലക്ഷ്യം. ഇന്ത്യയിലെ ഹിന്ദു ജനവിഭാഗങ്ങൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുമ്പോൾ അവർ പുലർത്തിയിട്ടുള്ള ഏറ്റവും വലിയ ജാഗ്രത, അത് ഒരിക്കലും നമ്മുടെ മതസൗഹാർദ്ദത്തിന് കളങ്കമുണ്ടാക്കിയില്ല, ആരാധനകൾക്ക് കളങ്കമുണ്ടാക്കിയില്ല. അവരൊക്കെ ഒരുമിപ്പിച്ച് നിർത്തിയ ഒരു ചരടുണ്ട്. ആ ചരട് സ്നേഹത്തിൻ്റെ ചരടാണ്. നിങ്ങൾ മറ്റൊരാളുടെ വിശ്വാസത്തെ ആദരിക്കണം എന്ന ചരടാണ്. അവര് അടിയുറച്ച ഇസ്ലാം മത വിശ്വാസികളായിരുന്നു. അതിൽ ഒരു അണുകിട വ്യതിചലിച്ചിരുന്നില്ല. എന്നാലോ മറ്റു മതസ്ഥരുടെ ആരാധനകളെ അവർ ആദരവോടുകൂടി കാണുകയും ചെയ്തു. അതുകൊണ്ടാണ് അജ്മീറിലെ ഹലറത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തിയത്. അവിടെ എല്ലാ വിഭാഗം ആളുകളും എത്തി, ആശ്വാസം തേടിയെത്തി, അനുഗ്രഹം തേടിയെത്തി, പ്രാർത്ഥനകൾ തേടിയെത്തി. ആ പ്രാർത്ഥനയുടെ നിലക്കാത്ത അലയൊലികളാണ് തീർച്ചയായിട്ടും ഈ ചിസ്തി നഗറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുളിങ്കാവിലെ ചിസ്തി നഗറിൽ ഞാൻ കഴിഞ്ഞ വർഷവും ഇവിടെ എനിക്ക് വരാൻ ഒരു അവസരമുണ്ടായി. വളരെ സന്തോഷമുണ്ട്.